Honorable Syed Haider Ali Shihab Thengal Sahab, President of the Indian Union Muslim League, Kerala. Honorable Syed Sadiq Shihab Thengal Sahab, Captain of the Jatra which has concluded today. My honorable colleague in Parliament who has just stepped down, Mr. Kunali Kutti Sahab, Honorable E.T. Mohammad Bashir Sahab, Honorable Abdul Wahab, our MP in the Rajya Sabha, Honorable MP Abu Samad Samdani Sahab, KPA Majid Sahab, IUML Kerala State Secretary, our Honorable Chairperson of the United Democratic Front, Ajay Mohanji, my colleague and friend Ahmed Shajuji, all MLAs and other leaders who have assembled here, ladies and gentlemen. First of all, my sincere apologies that I cannot speak Malayalam. So you will have to make do with my English. And of course we have a very eminent person who would try and articulate what I am saying, and I have given to understand that every dignitary who's come to Kerala, he's had the honor of conveying their thoughts, views and ideas to the people of the state, and therefore it gives me an immense pleasure to participate in the valedictory function of the Sauridya Sandesh Yatra, this Yatra of communal harmony and oneness. സമാദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ ഈ ജാഥയുടെ സാരഥി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ അടുത്ത ദിവസം മാത്രം പാർലമെന്റിൽ നിന്ന് പിരിഞ്ഞ എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, അഭിവന്ദനായ സുഹൃത്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട പി.വി. അബ്ദുൽ വഹാബ് സാഹിബ് MP, ബഹുമാനപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി KPA മജീദ് സാഹിബ്, പ്രിയപ്പെട്ട അഹമ്മദ് സാജു, വേദിയിലുള്ള മറ്റു നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ആദ്യമായി നിങ്ങളോട് ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. സുന്ദരമായ നിങ്ങളുടെ മലയാളത്തിൽ നിങ്ങളോട് സംവദിക്കാൻ സാധിക്കാതെ പോയതിനാണ് എൻ്റെ ക്ഷമാപണം. പക്ഷേ ഞാനിവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എൻ്റെ പരിഭാഷകന് ശ്രമിക്കുമെന്നും മറ്റ് പല നേതാക്കളും കേരളം സന്ദർശിച്ചപ്പോൾ ചെയ്തിട്ടുള്ളതുപോലെ അദ്ദേഹത്തിലൂടെ എൻ്റെ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നും ഞാൻ തീർച്ചയായും പ്രത്യാശിക്കുകയാണ്. ഈ ഒരവസരം വളരെ ധന്യമാണ്. ഈ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിച്ചെത്തിയിട്ടുള്ള ഈ സൗഹൃദ സന്ദേശയാത്ര ഇന്ത്യയുടെ ബഹുത്വവും ഏകത്വവും പ്രഖ്യാപിക്കുന്ന ഒരു മഹാസംഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ, അതിന്റെ സമാപന സമ്മേളനത്തിൽ എത്തിയതിലുള്ള എന്റെ ചാരിതാർത്ഥ്യം ഞാനിവിടെ പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. India stands at a very important crossroad in its history as a republic. Not only is the election of Kerala important, but equally important
are what the national implications of the verdict in Kerala are going to be. And therefore, I want to start from where the story of our nation started way back in 1947. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തനീയമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഉള്ള സംഗതി എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സുപ്രധാനമായ വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. ആ വഴിത്തിരിവ് വളരെ വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്, ഒരു സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുത്തതിലുപരിയുള്ള ദേശീയ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വളരെ പ്രധാനപ്പെട്ട ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ കഥ എന്ന് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സ്വാതന്ത്ര്യ ലബ്ധിയിലോളം തുടക്കം കുറിച്ച സ്വതന്ത്ര ഭാരതത്തിന്റെ കഥ എങ്ങനെ ആരംഭിച്ചു എന്നുള്ള സംഗതി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. Out of a blood-stained partition in the August of 1947, there were born two nations, India and Pakistan. Both these nations made commitments to their respective minorities that they would preserve, protect, and nurture their freedoms. Unfortunately, in the case of Pakistan, the commitment did not last beyond the lifetime of its first Governor General, Muhammad Ali Jinnah Sahab. But in the case of India, that commitment persevered. And that is how was born the idea of India, what we refer to in Hindi as Bharat Ka Khayal. ഇന്ത്യയുടെ ഈ ആശയം, ഇന്ത്യ എന്ന സിദ്ധാന്തം, ഹിന്ദിയിൽ നമ്മൾ പറഞ്ഞു പോരാറുണ്ട് ഭാരത് കാ ഖയാൽ, ഭാരതം എന്ന തത്വം. ഇതെങ്ങനെ രൂപം പ്രാപിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് 1947 രക്തപങ്കിലമായ വിഭജനത്തിലാണ്. വിഭജനത്തെ തുടർന്ന് രണ്ട് രാജ്യങ്ങൾ നിലവിൽ വന്നു, ഇന്ത്യയും പാകിസ്ഥാനും. ഈ രണ്ട് രാജ്യങ്ങളും അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലുള്ള പ്രതിബദ്ധത പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യങ്ങളായിട്ട് നിലവിൽ വന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളോട് പ്രഖ്യാപിച്ച പ്രതിബദ്ധത അതിന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്നയുടെ കാലത്തോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇന്ത്യക്ക് പ്രതിബദ്ധത നിലനിർത്താൻ സാധിച്ചു. അതാണ് ഇന്ത്യ എന്ന സിദ്ധാന്തത്തിന്റെ, ഇന്ത്യ എന്ന ആശയത്തിന്റെ പൊരുൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Out of the same trauma of our partition was also born this great organization, the Indian Union Muslim League, on the 10th of March 1948. And ever since its inception, the IUML, wherever it has grown, it has blossomed, it has been the epitome of progressive politics. It has been the crucible of India's secular and pluralistic tradition. And more importantly, it has played a very significant and seminal role in promoting the feeling of communal harmony among all our peoples. And today's yatra, today's valedictory function actually bears very eloquent testimony to those credentials of the Indian Union Muslim League, which go back 7 decades now. 7 പതിറ്റാണ്ട് പ്രായം എത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രവും ആരംഭിക്കുന്നത്
ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ എന്ന ആശയത്തിന്റെ തുടക്കമുള്ള ആ വിഭജനാനന്തരമുള്ള സ്വാതന്ത്ര്യ ലബ്ധിയുടെ നാളുകളിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 1948 മാർച്ച് 10 അന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലവിൽ വരുന്നത്. മുസ്ലിം ലീഗ് എവിടെയൊക്കെ വളർന്നുവോ, മുസ്ലിം ലീഗ് എവിടെയൊക്കെ പുഷ്പിച്ചുവോ, മുസ്ലിം ലീഗ് എവിടെയൊക്കെ പടർന്ന് പന്തലിച്ചുവോ, അവിടെയൊക്കെ പുരോഗമന രാഷ്ട്രീയത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും പ്രതീകമായി കൊണ്ടാണ്, അതിന്റെ ചിഹ്നമായി കൊണ്ടാണ് ലീഗ് വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളർന്നു വന്ന ഈ പ്രസ്ഥാനം ഇന്ന് 7 പതിറ്റാണ്ട് കഴിഞ്ഞ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ സൗഹൃദ സന്ദേശയാത്രയുടെ സമാപനത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, ഈ 7 പതിറ്റാണ്ട് കാലം ഈ പാർട്ടി ഉയർത്തിപ്പിടിച്ച അതേ മതേതരത്വത്തിന്റെ, അതേ ബഹുസ്വരതയുടെ, അതേ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമായിട്ടാണ് ഈ സൗഹൃദ യാത്രയെ എനിക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. The state that I come from, Punjab, actually suffered the worst in the partition of India. Between the July and September of 1947, 1 million people, 10 lakh people were massacred between Delhi and Peshawar. Bengal also paid a very heavy price for that partition. But notwithstanding that, India tried to come out of that trauma. We gave to ourselves a constitution in which we promised that there would be equality to all citizens, irrespective of their caste, color, creed, religion, region, and every Indian would be equal. That is the solemn commitment that we made to our people on the 15th of August 1947, and reiterated that commitment when we adopted the Constitution of India on the 26th of January 1950. വിഭജനാനന്തരം സ്വാതന്ത്ര്യ ലബ്ധി നാം കയ്യിലേന്തുമ്പോൾ, ഞാനിവിടെ സൂചിപ്പിച്ച പോലെ ദുഃഖകരമായ രക്തപങ്കിലമായിട്ടുള്ള അധ്യായങ്ങളിലൂടെയാണ് ചരിത്രം കടന്നുപോയത്. ആ ദുരന്തങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. പഞ്ചാബിൽ 1947 ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിൽ മാത്രം 1 മില്യൺ ജനങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്, 10 ലക്ഷം പേർ. പെഷാവറിനും ഡൽഹിക്കുമിടയിൽ അതുപോലെ തന്നെ ദുരിതമേറ്റുവാങ്ങിയ ഇന്ത്യയുടെ മറ്റൊരു പ്രദേശമാണ് ബംഗാൾ. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി, രക്തച്ചാലുകൾ ഒഴുകി. പക്ഷേ ആ സമസ്യകൾ നിറഞ്ഞ ചരിത്രത്തിന്റെ സന്നിഗ്ധതയിലും നാം ഒരു വലിയ വാക്ക് നമ്മുടെ ജനതയ്ക്ക് നൽകി. ആ വാക്കാണ് ഭരണഘടന. വിശ്വോത്തരമായ ഒരു ഭരണഘടനയ്ക്ക് ഇന്ത്യ രൂപം നൽകി. ആ ഭരണഘടന സ്വീകരിച്ചുകൊണ്ട് നാം നമ്മുടെ ജനങ്ങൾക്ക് ഉറപ്പുകൊടുത്തു, മതത്തിനതീതമായി, ജാതിക്കതീതമായി, വിഭാഗങ്ങൾക്കതീതമായി ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശങ്ങൾ ഉറപ്പു നൽകുമെന്ന്. ഏറ്റവും വലിയ പ്രയാസങ്ങൾക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന 1950 ജനുവരി 26 രൂപം കൊണ്ട ആ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ പ്രതിസന്ധികളിലും ഇന്ത്യ എന്ന ആശയത്തിന്റെ വിജയമായിട്ട് നിലകൊള്ളുകയുണ്ടായത്. From 1947 to 2014, over 70 years, our fundamentals were never in question. Our basic principles were never in doubt. There were shortcomings, there were problems, there were issues, but the fundamental construct and design of the idea of India was never in question. In theory and practice, we tried to ensure that the true test of our democracy is not how you treat the majority, but the true test of our democracy is how you treat your minorities. 1947 മുതൽ ഉള്ള ഈ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലം വരെ
70 വർഷത്തോളം കടന്നുപോയിരിക്കുന്നു. ആ ദീർഘമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പ്രശ്നങ്ങൾ പലതുണ്ടായി, രാജ്യത്തെ സംബന്ധിച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും പലതുണ്ടായി. പക്ഷേ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കലും ബലികഴിക്കപ്പെട്ടില്ല. ഇന്ത്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും അടിയറ വെച്ചില്ല. ഇന്ത്യ എന്ന സംവിധാനം, ഇന്ത്യ എന്ന ഏറ്റവും വലിയ സിദ്ധാന്തം, അതിന് യാതൊരു പരുക്കുമേറ്റില്ല. ആ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 70 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം മുന്നോട്ട് പോവുകയുണ്ടായത്. അതുകൊണ്ട് ഒരു കാര്യം, ആ ഇന്ത്യ എന്ന സിദ്ധാന്തത്തിന്റെ 70 കൊല്ലക്കാലത്തെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജനാധിപത്യം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ അർത്ഥം എന്താണ്? ആ പരീക്ഷണം വിജയിക്കുന്നത് ഭൂരിപക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരെ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ന്യൂനപക്ഷത്തെ എങ്ങനെ സമീപിക്കുന്നു, അവരെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിന്റെ പരീക്ഷണത്തിന്റെ വിജയം എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുണ്ടായി. Who is a minority in India actually varies from state to state. While the accepted definition is that the Muslims, the Sikhs, the Christians, the Parsis are the minorities in India. But I would like to tell you that the state where I come from, Punjab, it is the Hindu which is in a minority. The state of Jammu and Kashmir, where I was last week, last Saturday, again there the Hindus are in minority. So therefore, the commitment that we made was religion agnostic. We decided as a country, as a people, as a republic, that irrespective of caste, color, religion and region, whosoever is a minority wherever, religious, linguistic or other, the Indian state would walk the extra mile in order to protect. ആരാണ് ന്യൂനപക്ഷം? അത് ആപേക്ഷികമാണ്. ഒരു സ്ഥലത്തെ ന്യൂനപക്ഷമല്ല മറ്റൊരു സ്ഥലത്തുള്ള ന്യൂനപക്ഷം. സ്റ്റേറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ന്യൂനപക്ഷം എന്ന് പറയുന്ന പ്രതിഭാസം. അത് രാജ്യത്തെല്ലായിടത്തും ഒരുപോലെയല്ല. ഉദാഹരണമായി ഞാൻ വരുന്ന പഞ്ചാബ്, അവിടെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വരെ ഞാൻ സന്ദർശിച്ച കശ്മീർ, അവിടെയും ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അതുകൊണ്ട് ഇന്ത്യ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ സിദ്ധാന്തത്തിൽ മതമേതാകട്ടെ, സമുദായമേതാകട്ടെ, ഭാഷ ഏതാകട്ടെ, ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്നാണ് ഇന്ത്യ ഭരണഘടനയിലൂടെ നൽകിയ ഉറപ്പ്. ഏത് മതമാകട്ടെ, ഏത് ഭാഷയാകട്ടെ, അത് പരിഗണിക്കാതെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് ഇന്ത്യ എന്ന സിദ്ധാന്തം വെളിവാക്കുകയുണ്ടായി. However, from 2014 onwards, when the NDA BJP government came into office in New Delhi, this fundamental idea of India is now being challenged. It is under stress. It is sought to be transformed. And India is being sought to be converted into a majoritarian state. And this is what we need to resist with all our might. All progressive, pluralistic, nationalistic and secular forces together have to ensure that the fundamental idea on which the Indian Republic stands, nobody ever is allowed to change that construct. That is what this fight is all about. എന്നാൽ ഇന്ത്യ എന്ന ഈ ആശയത്തിന് പരിക്കേൽക്കുന്നത് ബിജെപി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നതോടെയാണ്. അതോടുകൂടി കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അതോടുകൂടി ഇന്ത്യ എന്ന ആശയത്തിന് ഏറ്റവും വലിയ ആഘാതമേൽപ്പിക്കുമാർ ഭൂരിപക്ഷത്തിന് ആധിപത്യമുള്ള ഒരു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു.
ഈ ഒരു പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ അതിനെ ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി രാജ്യത്തെ എല്ലാ മതേതര ശക്തികളും, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കളും ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു ഇന്ത്യ എന്ന ആശയത്തെ തകിടം മറിക്കാനുള്ള ശ്രമത്തെ ഒന്നിച്ച് നേരിട്ട് തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള കടമ. In the name of Ghar Wapsi, Love Jihad, Beti Bachao Bahu Le Aao, and the anti-conversion laws which have been enacted in certain states in India, an attempt, and a very aggressive attempt, is underway to transform this country into a majoritarian oligarchy. The fundamental problem is that the NDA BJP government has succeeded in delinking governance from politics, and the battle of India, the battle for the soul of India, can only be won if we bring the focus back to the malgovernance of the NDA BJP. എന്തൊക്കെ ദുരുപദിഷ്ടമായിട്ടുള്ള സംഗതികളാണ് ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ ഇവിടെ കൊണ്ടുവന്നത്. ഒരു ഭാഗത്ത് ഗർവാപസി, മറുഭാഗത്ത് ലവ് ജിഹാദ്, മറ്റൊരു ഭാഗത്ത് ബേട്ടി ബച്ചാവോ, ഇങ്ങനെയുള്ള പല പല പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷാധിപത്യമുള്ള രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, BJP NDA സർക്കാർ അധികാരത്തിൽ വന്നതോടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയുമോ? ഭരണകൂടത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ മുക്തമാക്കി, രാഷ്ട്രീയത്തെയും സർക്കാരിനെയും വേർതിരിച്ചു. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ കടമ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഭരണകൂടത്തെ തിരിച്ചു കൊണ്ടുവരികയും ദുർഭരണത്തെ ഈ രാജ്യത്തിൽ നിന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുമയാണ് ഇന്ന് രാജ്യത്തുണ്ടായി വരേണ്ടത്. What do we see today when we look around the country? Our economy has been completely demolished, beginning with the demonetization in 2016, then a badly implemented goods and services tax, a COVID-19 lockdown which could have been implemented in a far better manner. You see that the Indian economy unfortunately has been brought on the verge of a collapse. People have lost jobs, livelihoods have been destroyed, our youth are unemployed, and on top of it, we have China which has transgressed into our borders. However, if you ask questions of this government, then you are termed as anti-national. If you ask questions of the BJP, they say you are a traitor. If you raise legitimate questions about the Indian establishment, you are labeled downright seditious. A very corrosive discourse which India has never seen in the past 70 years. Across so many elections, across our political differences, unfortunately has been unrolled since 2014 in order to browbeat everybody into silence, and this is very dangerous for democracy. എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്നിടിഞ്ഞിരിക്കുന്നു. യാതൊരുവിധ ന്യായീകരണവുമില്ലാത്ത നോട്ട് നിരോധനം കഴിഞ്ഞതോടെ, പിന്നെ വിലക്കയറ്റം, പിന്നെ കോവിഡ് വന്നപ്പോഴുണ്ടായ ലോക്ക്ഡൌൺ, അടച്ചുപൂട്ടൽ എല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങൾക്ക് തൊഴിലില്ല,
വരുമാനമില്ല. രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർച്ചയുടെ വക്കത്തെത്തി. ചൈന ഇന്ത്യയുടെ അതിർത്തിയോളം എത്തി. ഇന്ത്യയെ തന്നെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ന്യായമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ തുനിഞ്ഞാലോ നമ്മൾ ദേശവിരുദ്ധരായി. BJP-യോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളായി. എന്തൊരു വലിയ വിരോധാഭാസമാണ്! എത്ര വലിയ ഒരു ദുർഭഗമായ സാഹചര്യമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്! അങ്ങനെയുള്ള വലിയ ഒരു തകർച്ച രാജ്യത്തിന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആ തകർച്ചയിൽ നിന്നാണ് നമുക്കിന്ന് രാജ്യത്തെ രക്ഷിക്കുവാനുള്ളത്. While we fight our elections and we do with a lot of enthusiasm and vigor and energy, we should never lose sight of the bigger battle that is going on in the country. And every electoral verdict, be it Kerala, be it West Bengal, be it Tamil Nadu, be it Assam, and be it Puducherry, will either strengthen the forces who are fighting against this bigotry, or they would weaken the forces who are trying to resist this attempt to transform India into an authoritarian oligarchy. ഇന്ത്യയെ ഒരു സർവാധിപത്യ രാജ്യമാക്കി മാറ്റാനുള്ള ദുശക്തികൾക്കെതിരെ വോട്ട് വിനിയോഗിക്കുക എന്നുള്ള വലിയ പരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുമ്പോൾ, അതിന്റെ പ്രചാരണ പരിപാടികളിൽ ആവേശപൂർവ്വം പങ്കുകൊള്ളുമ്പോൾ നാം മനസ്സിലാക്കണം, നാം കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഭാഗഭാക്കാവുക മാത്രമല്ല ചെയ്യുന്നത്, നാം ഒരു വലിയ ദേശീയ ദൗത്യം നിർവഹിക്കുകയാണ്. ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രതിലോമ ശക്തികൾക്കെതിരെ, ഇന്ത്യയെ സർവാധിപത്യ രാജ്യമാക്കാൻ തുനിയുന്ന പ്രതിലോമ ശക്തികൾക്കെതിരെ, അതായത് ഈ തെരഞ്ഞെടുപ്പിനും അപ്പുറത്തുള്ള വലിയ ഒരു സമരം, തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതിനേക്കാൾ വലിയ ഒരു ഏറ്റുമുട്ടൽ, ആശയങ്ങളുടെ ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിൽ നമ്മുടെ കടമ നിർവഹിക്കാനുള്ള ബോധത്തോടുകൂടി ആയിരിക്കണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകട്ടെ, തമിഴ്നാട്ടിലാകട്ടെ, പോണ്ടിച്ചേരിയിലാകട്ടെ, ആസാമിലാകട്ടെ, ബംഗാളിലാകട്ടെ നാം ഇന്ത്യക്കാർ പങ്കുകൊള്ളേണ്ടത്. When I was driving for this meeting to your beautiful city, which I told has 5 magnificent hospitals, I was telling my young friend, Mr. Ahmed Shaju, that Kerala is the only state in the country where you still see the communist red flag. I travel quite a bit across the length and breadth of the country. As the president of the NSUI and the Youth Congress, there is perhaps not a single district in this country which I hadn't personally visited. But nowhere in the country do you see the communist red flag except Kerala. And the time has come for Kerala also to reject that red flag, because it is not either going to bring progress and prosperity to Kerala, and nor will it contribute to the bigger fight that we are fighting to save the soul of India. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ ഈ മനോഹരമായ നഗരത്തിലേക്ക്, ഒറ്റ നഗരത്തിൽ മാത്രം 5 ആശുപത്രികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഈ നഗരത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ യുവ സുഹൃത്ത് സാജുവിനോട് പറയുകയായിരുന്നു, ഇന്ത്യയിൽ ഇന്ന് ചെങ്കൊടി പറക്കുന്ന ഏതെങ്കിലും ഒരിടമുണ്ടോ കേരളമല്ലാതെ? യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ രാജ്യമൊട്ടുക്കുമുള്ള സകല ജില്ലകളിലും സഞ്ചരിച്ചിട്ടുണ്ട്. എവിടെയും ഇന്ന് ചെങ്കൊടി പറക്കുന്നില്ല. കേരളം മാത്രമാണ് ഇന്ന് ചെങ്കൊടി പറക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ നാട്ടുകാരോട്, എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, കേരളത്തിനും ക്ഷേമം വേണമെങ്കിൽ, കേരളത്തിനും അഭിവൃദ്ധി വേണമെങ്കിൽ, കേരളത്തിനും അഭ്യുന്നതി വേണമെങ്കിൽ ആ കൊടി താഴെ ഇറക്കാൻ കേരളീയർക്കും സമയമായിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ.
I do not claim to be an expert on Kerala politics. I think it will take me 3 lifetimes to understand the very intricate politics of Kerala. But one thing I do definitely know, that the United Democratic Front leadership consists of very experienced, very seasoned, very forward-looking, and very visionary people. And the UDF is the combination which the state requires in order to get onto the path of progress and prosperity. So my dear friends, the time has come to reject the red flag. The time has also come to reject those people who never accepted the national flag of India, who never accepted the Constitution of India, and today give us lectures on nationalism. This coming 6th of April is a very, very crucial election in the history of our country. I would urge you to vote wisely, to think about the implications of each vote that you cast on the history, on the destiny, and on the future of this country and the future of our children. Jai Hind. ഞാൻ കേരള രാഷ്ട്രീയത്തെ പറ്റി പറയാൻ അക്കാര്യത്തിൽ വിദഗ്ധനല്ല. മാത്രവുമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ എനിക്കൊരു 3 ജന്മമെടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം സങ്കീർണമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിഭാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയും. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ സംവിധാനമാണ്. ഏറ്റവും പക്വതയുള്ള, ഏറ്റവും പുരോഗമന ബോധമുള്ള, ഏറ്റവും ദിശാബോധമുള്ള നേതാക്കന്മാരാണ് ഐക്യമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ ഐക്യമുന്നണി കേരളത്തിന് അങ്ങേയറ്റം ഉപയുക്തമാണ്, കേരളത്തിന് അങ്ങേയറ്റം അനുയോജ്യമാണ്. ആ സംവിധാനം കേരളത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 6 നിർണായകമായ ദിവസമാണ്. കേരളത്തിൽ ചെങ്കൊടി തിരസ്കരിച്ച് പുരോഗതി ഉറപ്പുവരുത്താൻ ഒന്നിച്ചു നിൽക്കണം. ഒരിക്കലും ദേശീയ പതാകയെ സ്വീകരിക്കാതിരുന്നവർ, ഒരിക്കലും ദേശീയമായിട്ടുള്ള മൂല്യങ്ങളെ സ്വീകരിക്കാതിരുന്നവർ, അവരെ തിരസ്കരിച്ച് രാജ്യത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സംവിധാനം ഈ കേരളത്തിന് കൊണ്ടുവന്ന് ഇവിടെയും ഈ കേരളത്തിൽ അതിന്റെ ക്ഷേമവും അഭിവൃദ്ധിയും ഉറപ്പുവരുത്താനുള്ള കടമയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളീയരുടെ മുമ്പിലുള്ളത്. താങ്ക് യു. അടുത്തതായി